ഹലോ. ഹലോ കീർത്തി, നിനക്ക് സുഖല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നടി. നിനക്ക് സുഖമാണോ? ആ, ഞാൻ നന്നായിട്ട് തന്നെ ഇരിക്കുന്നേ. അതവിടെ നിക്കട്ടെ. നീ കഴിഞ്ഞ ആഴ്ച തൊട്ട് എന്താ കോളേജിലോട്ടൊന്നും വരാനത്? ആ, അതിപ്പോ ഞാൻ എന്ത് പറയാനാ, ഞാനൊരു ചെറിയ പ്രോബ്ലത്തിലാ ഉള്ളത്. പ്രോബ്ലമോ? ശരി, നിന്റെ പ്രശ്നം എന്താന്ന് എന്നോട് പറയാൻ പറ്റുമോ? ഹാ, അതൊന്നും എനിക്ക് ഫോണിൽ പറയാൻ പറ്റില്ല. ശരി, ഞാനിപ്പോ നിന്റെ ഏരിയയിലാ ഉള്ളത്. ഞാനിപ്പോ അങ്ങോട്ടേക്ക് വന്നോട്ടെ? എന്റെ ഏരിയയിലാണെന്നോ? ഉം, കറക്റ്റായിട്ട് ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാനിവിടെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാ ഉള്ളത്. അങ്ങനെയാണോ? അവിടെ എന്തിനാ പോയത്? ഞാനിവിടെ ഞങ്ങൾക്ക് അറിയുന്ന ഒരാൾക്കാരോട് കടം ചോദിക്കാൻ വേണ്ടി വന്നതാ. കടം ചോദിക്കാനോ? എന്തിനാടി കടമൊക്കെ? അത് പിന്നെ ശരി, നീ എന്തായാലും വീട്ടിലോട്ട് വാ. നീ വന്നിട്ട് നേരിട്ട് സംസാരിക്കാം. ആ, ശരി, ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരാം. എനിക്ക് നിന്റെ വീടിന്റെ അഡ്രസ് അറിയില്ല, ഒന്ന് ലൊക്കേഷൻ അയക്കാൻ പറ്റുമോ? നിന്റെ വാട്സപ്പിലോട്ട് ഞാൻ എന്റെ വീടിന്റെ ലൊക്കേഷൻ അയച്ചു തരാം. നീ ഒരു ഓട്ടോ പിടിച്ചിങ്ങ് വാ. ശരി, ഞാൻ ഇപ്പൊ വരാം. ഉം. ഉം. ഹലോ. ഹലോ, എടാ, നീ വാട്സാപ്പിൽ അയച്ച ലൊക്കേഷനിലേക്ക് ഞാൻ വന്നല്ലോ. ഇതിൽ ഏത് വീടാ? ശരി, അവിടെ ഒരു ഗ്രീൻ കളർ പെയിന്റ് അടിച്ചൊരു വലിയ ബിൽഡിംഗ് ഉണ്ടോ? ആ, ആ, അതെ അതെ, ഞാൻ കണ്ടു. അതാ എന്റെ വീട്. വന്നേക്ക്. ആ, ശരിടി, ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് എത്താം. ഹായ് കീർത്തി. ഹായ്, അകത്ത് വാ. വാ, അകത്തോട്ട് പോ. ഹേയ്, കുടിക്കാൻ എന്താ വേണ്ടത്? കോഫിയോ ടീയോ? ഇല്ലടാ, എനിക്കിപ്പോ ഒന്നും വേണ്ട. നീ ചായയും കാപ്പിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തരാനും പറ്റില്ല. ഉം. കാരണം എനിക്ക് ടീ ആണെങ്കിലും കോഫി ആണെങ്കിലും ഉണ്ടാക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് നിനക്ക് കുടിക്കാൻ വേണ്ടിട്ട് കൂൾ ഡ്രിങ്ക്സ് എടുത്തോണ്ട് വരാം. ശരി. ദാ കുടിക്കേ. ഉം. ഇപ്പൊ പറയടി, ലാസ്റ്റ് ഒരാഴ്ചയായിട്ട് നീ കോളേജിലോട്ട് എന്താ വരാനത്? എന്ത് പറയാനാ, ലാസ്റ്റ് സെമ്മിലെ കോളേജ് ഫീസ് ഉണ്ടല്ലോ, അത് ഞാൻ ഇനിയും കെട്ടിയിട്ടില്ല. അതുകൊണ്ടാ ഞാനിപ്പോ അറിയുന്ന ആൾക്കാരോടൊക്കെ കടം ചോദിച്ചോണ്ടിരിക്കുന്നത്. നീ ഈ ഏരിയയില് താമസിക്കുന്നതെന്ന് പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അതാ നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് വന്നത്. ശരി, നീ ആരടുത്തുനിന്നോ കടം വാങ്ങാൻ വേണ്ടിട്ടല്ലേ വന്നത്? നീ അവരെ കണ്ടോ? ആ, ഞാൻ അവരെ കണ്ടു. പക്ഷേ അവര് വീടിന്റെ ആധാരം ഉണ്ടെങ്കിലേ കടം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. എൻ്റെ കയ്യിലിപ്പോൾ അതില്ല. അതില്ലാതെ പൈസ തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അതില്ലാതെ പണം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആണോ? അപ്പോ കാശിനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? പൈസ അടയ്ക്കാതെ കോളേജിലേക്കൊന്നും എനിക്ക് വരാൻ പറ്റില്ല. അതാ എന്തെങ്കിലും ജോലിക്ക് പോവാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അങ്ങനെയാണോ? ഉം. എനിക്കിപ്പോ നീ എടുത്തു ചാടുവാന്നാ തോന്നുന്നത്. കോളേജ് ഫീസ് അടയ്ക്കാൻ വേണ്ടിട്ട് നീ ആരോടെങ്കിലും ഹെൽപ്പ് ചോദിച്ചാ പോരായിരുന്നോ? ഇല്ല കീർത്തി, എന്നെപ്പോലത്തെ ആളുകൾക്കൊന്നും ആരും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ഡിഗ്രിയൊക്കെ പൂർത്തിയാക്കിയിട്ട് ഒരു നല്ല പൊസിഷനിൽ എത്തണമെന്ന് ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു.
പക്ഷേ ഇപ്പൊ എന്റെ കുടുംബത്തിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോ അതൊന്നും ഇനി ഒരിക്കലും നടക്കില്ലാന്ന് തോന്നുന്നു. ദേവി ഇത് നീ അങ്ങനൊന്നും പറയാതെ. നിനക്ക് ഞാനുണ്ട്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. എന്ത് നീയോ? ഏയ്, നിന്നെ കൊണ്ട് എങ്ങനെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്? 1000-ന്റെ 2000-ന്റെ കാര്യമാണെങ്കിൽ നിനക്ക് ചിലപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ 1,00,000 രൂപയ്ക്ക് എങ്ങനെയാ നിനക്ക് എന്നെ കൊടുത്താൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്? ഹേയ്, അതൊന്നും ഒരു പ്രശ്നമേ അല്ലടി. ഞാൻ അച്ഛനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ നിന്നെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞാ അച്ഛൻ ഉറപ്പായിട്ട് നിന്നെ ഹെൽപ്പ് ചെയ്യും. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ശരി, ഒരു മിനിറ്റ് ഇരിക്കേ. ഹലോ അച്ഛാ. ആ, എന്താ മോളെ? എവിടാ അച്ഛാ ഇപ്പോ? ഞാനിപ്പോ ഓഫീസിലാണ് മോളെ. അച്ഛാ, ആ, വീട്ടിലോട്ട് എപ്പോഴാ വരുന്നത്? ഇന്ന് ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട് മോളെ. വരാൻ കുറച്ച് ലേറ്റ് ആകും. എന്താ കാര്യം മോളെ? നമ്മുടെ വീട്ടില് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അച്ഛൻ വേഗം വരുവാണെങ്കിൽ ഇവളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിച്ച്. അത് ശരി. എനിക്കറിയാത്ത ഗസ്റ്റ് ആരാ മോളെ? അതാരാണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. ഇപ്പൊ അതെന്തായാലും സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. അത് കൊള്ളാലോ. ഞാനിപ്പോ ഒരു പ്രധാനപ്പെട്ട ബിസിനസ് മീറ്റിംഗിലാണ് മോളെ. ഇന്ന് വീട്ടിൽ വരാൻ എന്തായാലും രാത്രി ഒരു 9-10 ആകും. ഉഹും. മോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. മോൾ ഓൺലൈനിൽ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കോ. ഓക്കെ? ശരി അച്ഛാ. ആ. എന്ത് പറ്റി കീർത്തി? അച്ഛന്റെ അടുത്ത് നിന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാന്നാ വിചാരിച്ചേ. പക്ഷെ ഇപ്പോ ബിസിനസ് മീറ്റിംഗിൽ അച്ഛൻ ബിസി ആണെന്നാ തോന്നുന്നത്. വീട്ടിലെത്താൻ വേണ്ടിട്ട് കുറച്ച് ലേറ്റ് ആവുമെന്നാ പറഞ്ഞത്. നീ വിഷമിക്കണ്ട. ഞാൻ അച്ഛനോട് സംസാരിച്ച് ഉറപ്പായിട്ടും നിന്നെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? താങ്ക്സ് കീർത്തി. ശരിയടി, നീ വിഷമിക്കാതെ പഠിക്കുന്ന കാര്യം മാത്രം ഓർക്ക്. ഫീസിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഓക്കെ? ശരി. അച്ഛാ, വാ അച്ഛാ. ആ, എന്താ അച്ഛാ, അച്ഛൻ നൈറ്റ് വരാനായിട്ട് ലേറ്റ് ആവുന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഇത്ര വേഗം വന്നിക്കുന്നു. ആ, അതെ മോളെ. ബിസിനസ് മീറ്റിംഗ് ഒരുപാട് ലേറ്റ് ആവുന്ന കരുതിയിരുന്നത്. പക്ഷേ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ട 2 പേര് ഇന്ന് വന്നില്ല മോളെ. അതുകൊണ്ട് മീറ്റിംഗ് മാറ്റി വെച്ചു. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് വരാൻ പറ്റിയത്. ആണോ? ശരി അച്ഛാ, വാ. ഉം.